ഹലോ സ്റ്റുഡൻസ്, 2026 SSLC എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ SCERT കേരള പബ്ലിഷ് ചെയ്തു. കെമിസ്ട്രി സെറ്റ് സി ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷനുമാണ് ടോപ്പ് ട്യൂഷൻ്റെ ഇന്നത്തെ ക്ലാസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫിൽ അപ്പ് സ്യൂട്ടബ്ലി. ഇവിടെ CHO ആൽക്കനാൽ, COO ഡാഷ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. CHO ആൽക്കനാൽ, CHO ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് അതിൻ്റെ IUPAC നെയിമിൽ എഴുതുമ്പോൾ ആൽക്കനാൽ AL ചേർത്തിട്ട് ആൽക്കൈൻ്റെ പേരിൻ്റെ കൂടെ AL ചേർത്ത് ആൽക്കനാൽ എന്നാണ് വരുന്നത്. സിമിലർലി കീറ്റോൺ വരുമ്പോൾ ONE ചേർത്തിട്ടാണ് IUPAC നെയിം എഴുതണേ. അപ്പോൾ ആൽക്കനോൺ, C ആണ് ആൻസർ, ആൽക്കനോൺ. ക്വസ്റ്റ്യൻ 2, 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടുപിടിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നു ഗ്രൂപ്പ് 3 to 12 ആണ് D ബ്ലോക്ക് എലമെൻറ്റ്സ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. D ബ്ലോക്ക് എലമെൻറ്റ് ഗ്രൂപ്പ് 3 മുതൽ 12 വരെയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ് പറയുന്നത്? P ബ്ലോക്ക് എലമെൻറ്റ് പീരിയോഡിക് ടേബിളിലെ താഴെ ഭാഗത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന്. സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. P ബ്ലോക്ക് എലമെൻറ്റ് പീരിയോഡിക് ടേബിളിൻ്റെ വലത് ഭാഗത്ത് റൈറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റിപ്പോയി. സ്റ്റേറ്റ്മെൻറ്റ് 3 എന്താണ്? അയണൈസേഷൻ എനർജി ഗ്രൂപ്പിൽ മേളിൽ നിന്ന് താഴേക്ക് വരുന്തോറും കൂടി വരുന്നു എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് 3 പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 3യും തെറ്റാണ്. കാരണം അയണൈസേഷൻ എനർജി ഒരു ഗ്രൂപ്പിൽ മേളിൽ നിന്ന് താഴേക്ക് വരും തോറും കുറയുവാണ് ചെയ്യുന്നത്. കാരണം ആറ്റത്തിൻ്റെ സൈസ് ഗ്രൂപ്പിൽ മേളിൽ നിന്ന് താഴെ വരുമ്പോഴേക്കും സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോണിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടിയാണ് വരുന്നത്. അപ്പോൾ കുറച്ച് എനർജി തന്നെ ഉപയോഗിച്ച് നമുക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ മാറ്റിവിടാൻ പറ്റും. ആ എനർജീനെയാണ് പറയുന്നത് അയണൈസേഷൻ എൻതാൽപ്പി. സോ ഗ്രൂപ്പിൽ മേളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 3യും തെറ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 മാത്രമാണ് ഈ തന്നിരിക്കുന്നതിൽ കറക്റ്റ്. 2ഉം 3യും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. Statement 2 and 3 are not correct. Answer. Next question ഒരു match the following exercise ആണ്. A കോളത്തിൽ ഫസ്റ്റ് അവഗാഡ്രോ നമ്പർ NH3. അവഗാഡ്രോ നമ്പർ ഓഫ് NH3 നമുക്ക് റൈറ്റിൽ ഏതുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും? NH3യുടെ മോളിക്കുലാർ മാസ് എത്രയാണെന്നൊന്ന് മനസ്സിൽ നോക്കൂ. നൈട്രജൻ 14, ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് 1. അപ്പോൾ 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 14 + 3 17 ആണ് അമോണിയയുടെ NH3യുടെ മോളിക്കുലാർ മാസ്. അവഗാഡ്രോ നമ്പർ ഓഫ് NH3 എന്ന് പറയുമ്പോൾ അത് 1 മോൾ ആണെന്ന് മനസ്സിലായി. മോളിക്കുലാർ മാസ് 17 ആയത് കാരണം 17 ഗ്രാം ആണ് 1 മോൾ ഓഫ് അമോണിയ. സോ A മാച്ചസ് ടു 3. A3 ഓപ്ഷൻ സിയിലുള്ള ഫസ്റ്റ് ഇത് കറക്റ്റായി കിട്ടി. ഇനി സെക്കൻഡ് നോക്കും. 22.4 ലിറ്റർ ഹൈഡ്രജൻ അറ്റ് STP. 22.4 എന്ന് പറയുമ്പോൾ പറയും 1 മോൾ. 1 മോൾ ഓഫ് ഹൈഡ്രജൻ അറ്റ് STP. ഹൈഡ്രജൻ്റെ മോളിക്കുലാർ മാസ് 2 ഗ്രാം ആണ്. 1 മോൾ ദാറ്റ് ഈസ് 22.4 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ അറ്റ് STP. സോ B മാച്ചസ് ടു 1. B മാച്ചസ് ടു 1. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ നോക്കൂ. 1 മോൾ ഓഫ് CO2. 1 മോൾ ഓഫ് CO2 കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് 12 + 16 × 2 44 ആണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ്. 1 മോൾ പറഞ്ഞാൽ മോളിക്കുലാർ മാസിന് ഇക്വലൻ്റ് ആയിട്ടുള്ളത്, അതായത് 44 ഗ്രാം. C മാച്ചസ് ടു 2. C മാച്ചസ് ടു 2. സോ എല്ലാം കറക്റ്റായി വരുന്നത് ഓപ്ഷൻ സിയിലാണ്. 3, 1, 2. So option C is our answer. Question 4. ഇത് ഒരു assertion and reason കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്.
അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക, അത് കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കുക. റീസൺ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇനി റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദ അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് വേണം നമുക്ക് ഈ ഓപ്ഷൻസ് ആൻസർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം നോക്കും. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് റിഡക്ഷൻ സംഭവിക്കുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒരു ഗുഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആണ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ തന്നെ പറയുന്നു. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് മെറ്റൽ ലൈക്ക് കോപ്പർ അതൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിന് റിഡക്ഷനാണ് സംഭവിക്കുന്നത്. SO2 ഫോം ചെയ്യുവാണ് എന്നെല്ലാം പറഞ്ഞു. Cu+2H2SO4 ഗീവ്സ് CuSO4+SO2+H2O. അപ്പോൾ ഇവിടെ കോപ്പർ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ 0യിൽ നിന്ന് CuSO4ൽ വരുമ്പോൾ ഇവിടെ SO4 2- ആണ്. അപ്പോൾ Cu+2 ആണ്. അതായത് 0യിൽ നിന്നും +2ലേക്ക് കോപ്പർ ഓക്സിഡേഷനാണ് കോപ്പറിന് സംഭവിച്ചത്. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറാണ്. അപ്പോൾ കോപ്പറിന് സൾഫ്യൂരിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ നടന്നിട്ട് കോപ്പറിന് ഓക്സിഡേഷനാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സൾഫ്യൂരിക് ആസിഡ് ഒരു വെരി ഗുഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സൾഫ്യൂരിക് ആസിഡ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് അതിന് റിഡക്ഷൻ ചെയ്ത് ഇത് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആണ് എന്ന് പറയുമ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റിന് സംഭവിക്കുന്നത് റിഡക്ഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ദെൻ റീസൺ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഇസ് എ ഗുഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്, അതും കറക്റ്റാണ്. റീസൺ സ്റ്റേറ്റ്മെൻറ്റ് ഈ അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന കറക്റ്റ് റീസണുമാണ്. കാരണം സൾഫ്യൂരിക് ആസിഡ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് അതിന് റിഡക്ഷൻ സംഭവിക്കുന്നു. കാരണം സൾഫ്യൂരിക് ആസിഡ് ഒരു ഗുഡ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. അപ്പോൾ അസേർഷൻ കറക്റ്റാണ്, റീസൺ കറക്റ്റാണ്. റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദ അസേർഷനുമാണ്. അപ്പോൾ നമ്മുടെ ആൻസർ സെലക്ട് ചെയ്യേണ്ടത് ഓപ്ഷൻ സി. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്. അസേർഷൻ കറക്റ്റാണ്, റീസൺ കറക്റ്റാണ്. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. റീസൺ അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. സോ നമ്മുടെ ആൻസർ സി. ക്വസ്റ്റ്യൻ 5. ഇവിടെ ആറ്റമിക് നമ്പർ എലമെൻറ്റിൻ്റെ തന്നിട്ടുണ്ട് 22. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് പാർട്ട് സബ്ഷെൽ കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതണം. 22 നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ നമുക്ക് ഈ ഓർഡറിൽ സബ്ഷെൽ എനർജി ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി നമുക്ക് അറിയാം. 1s2 മുതൽ ഈ 22 ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്ത് വരണം. എസിൻ്റെ മാക്സിമം കപ്പാസിറ്റി 2, പിയുടെ മാക്സിമം കപ്പാസിറ്റി ഓഫ് ഇലക്ട്രോൺസ് 6, ഡി സബ്ഷെല്ലിൻ്റെ കപ്പാസിറ്റി 10, എഫ് സബ്ഷെല്ലിൻ്റെ കപ്പാസിറ്റി 14. അങ്ങനെ മാക്സിമം കപ്പാസിറ്റിയിൽ ഫിൽ ചെയ്ത് ഈ ഓർഡറിൽ ഫിൽ ചെയ്ത് വന്ന് 22 ഇലക്ട്രോൺസിൻ്റെ ഫില്ലിങ് നടക്കണം. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എലമെൻറ്റ് വിത്ത് ആറ്റമിക് നമ്പർ 22 ആകുമ്പോൾ 1s2 2s2 2p6 3s2 3p6 3d2 4s2. അതായത് 3p6 കഴിഞ്ഞാൽ 4s 2 ഫില്ല് ചെയ്തതിന് ശേഷമാണ് 3d ഫില്ലിംഗ് നടക്കുന്നത്. ഇതാണ് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഗ്രൂപ്പ് ഡസ് ഇറ്റ് ബിലോങ്സ് ടു. ഏത് ഗ്രൂപ്പിലാണ് ഈ എലമെൻറ്റ് വിത്ത് ആറ്റമിക് നമ്പർ 22 ഏത് ഗ്രൂപ്പിലാണ് വിടുന്നത്? ഫൈനൽ ഇലക്ട്രോൺ പോയത് ഡി സബ്ഷെല്ലിലാണ്. ഡി സബ്ഷെൽ ഇലക്ട്രോൺ ആയിക്കഴിഞ്ഞാൽ അതേത് ഗ്രൂപ്പിലാണ് പെടുന്നത്? ഡി ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. ഡി ഗ്രൂപ്പ് എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് നമ്പർ ഡി സബ്ഷെൽ ഇലക്ട്രോണും എസ് സബ്ഷെൽ ഇലക്ട്രോണും കൂട്ടിയിട്ട് നോക്കണം. 2 + 2 4 ആണ്. ഈ എലമെൻറ്റ് ആറ്റമിക് നമ്പർ 22 ഉള്ള ആ എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇങ്ങനെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ഫിക്സ്ഡ് മാസ് ഓഫ് ഗ്യാസിൻ്റെ 1 atm പ്രഷറിലെ വോളിയം 10 ലിറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് പ്രഷർ 1 atm നിന്ന് 5 atmത്തിലേക്ക് മാറിയാൽ വോളിയം എങ്ങനെയാണ് മാറുന്നത്? ആദ്യം നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് എടുത്തെഴുതാം. ഫസ്റ്റ് പ്രഷർ P1 1 atm, ഫസ്റ്റ് വോളിയം V1 10 ലിറ്റർ,
സെക്കൻഡ് കേസിലെ പ്രഷറാണ് നമുക്ക് തന്നിരിക്കുന്നത്. സെക്കൻഡ് കേസിലെ വോളിയമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ പി വി ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരണം. ദാറ്റ് ഈസ് പ്രഷറും വോളിയവുമുള്ള റിലേഷനാണ് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളത്. ഇവിടെ തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റ എടുത്തെഴുതി കഴിയുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് തന്നിരിക്കുന്നത്, എന്താണ് കാണുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രഷറും വോളിയമുള്ള ലോ പി വി ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്, അത് ബോയിൽസ് ലോ ആണ്. അപ്പോൾ P1 is equal to P2 V2 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് V2 മാത്രമാണ് അൺനോൺ ആയിട്ടുള്ളത്, ബാക്കിയെല്ലാം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V2ൻ്റെ വാല്യൂ കിട്ടുന്നത് 2 liters. പ്രഷർ 5 atmലേക്ക് മാറ്റുമ്പോൾ വോളിയം മാറുന്നത് 2 ലിറ്ററിലേക്കാണ്. സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ദ ഗ്യാസ് ലോ ആപ്ലിക്കബിൾ ഹിയർ. ഇതേത് ലോ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് സോൾവ് ചെയ്തത്? ബോയിൽസ് ലോ. ബോയിൽസ് ലോ പറയുന്നു അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഫിക്സ്ഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. ബോയിൽസ് ലോ പ്രകാരം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഫിക്സ്ഡ് മാസ് ഓഫ് ഗ്യാസിൻ്റെ വോളിയം അതിൻ്റെ പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് പ്രഷർ കൂടിയാൽ വോളിയം കുറയും, പ്രഷർ കുറഞ്ഞാൽ വോളിയം കൂടും. അതായത് എപ്പോഴും പി വി എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. പി കൂടിയാൽ വി കുറയും. അതായത് പി വി ഈസ് എ കോൺസ്റ്റൻ്റ് ആണ് ബോയിൽസ് ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഗാൽവാനിക് സെല്ലിൽ സിങ്ക് റോഡ് വെച്ചിരിക്കുന്നത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലും സിൽവർ റോഡ് വെച്ചിരിക്കുന്നത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലുമാണ്. അപ്പോൾ ഇതൊരു ഗാൽവാനിക് സെൽ വിത്ത് സിങ്ക് ആൻഡ് സിൽവർ ഇലക്ട്രോഡ്സ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഐഡൻറ്റിഫൈ ദ ഇലക്ട്രോഡ് ഇൻ വിച്ച് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്. ഈ ഗാൽവാനിക് സെല്ലിൽ ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡ് ഏതാണെന്നാണ് ഫസ്റ്റ് പാർട്ട് ചോദിച്ചിരിക്കുന്നത്. ഗാൽവാനിക് സെൽ സിങ്ക് സൾഫേറ്റിലും സിൽവർ നൈട്രേറ്റിലുമാണ്. സിങ്ക് ആണ് സിൽവറിനേക്കാളും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ളത്. അപ്പോൾ സിങ്കിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. സിങ്ക് 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് Zn2+ അയോൺസ് ആയിട്ട് സൊല്യൂഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്നത് സിങ്കിനാണ്. അപ്പോൾ സിങ്കിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, സിങ്ക് ഇലക്ട്രോഡ്. വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഗാൽവാനിക് സെൽ? ഗാൽവാനിക് സെല്ലിലുള്ള എനർജി കൺവേർഷൻ എന്താണ്? ഗാൽവാനിക് സെല്ലിൽ കെമിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ പവർ സപ്ലൈ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. സ്പോണ്ടേനിയസ് റെഡോക്സ് റിയാക്ഷൻ ആണ് ഈ ഇലക്ട്രോൺ ഫ്ലോ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കെമിക്കൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജിയാണ് കൺവേർഷൻ നടക്കുന്നത്. ഈ 7th ക്വസ്റ്റ്യന് ഒരു ചോയ്സ് ഉണ്ട്. ചോയ്സിൽ ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻ ഇലക്ട്രോളിറ്റിക് സെൽ. ഇപ്പം നമ്മൾ ഗാൽവാനിക് സെല്ല് കണ്ടു. ഇനി ഇലക്ട്രോളിറ്റിക് സെല്ലിലെ എനർജി കൺവേർഷൻ എങ്ങനെയാണ്? ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ഇലക്ട്രിക്കൽ എനർജിയാണ് കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇത് ഇലക്ട്രോളിറ്റിക് സെല്ല്. ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പവർ സപ്ലൈ എന്നുള്ള ഈ നെഗറ്റീവ് ടെർമിനലിൽ നിന്നുള്ള ഈ ഇലക്ട്രോൺ ഫ്ലോ ആണ് ഈ ഇലക്ട്രോളിറ്റിക് സെല്ലിലുള്ള ഇലക്ട്രോൺ ഫ്ലോ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇലക്ട്രിക്കൽ എനർജിയാണ് കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻ വിച്ച് ഇലക്ട്രോഡ് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് ഇൻ ആൻ ഇലക്ട്രോളിറ്റിക് സെൽ. ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ഏത് ഇലക്ട്രോഡിലാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്? ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ആനോഡിലാണ്. ഓക്സിഡേഷൻ മീൻസ് ലൂസ് ഓഫ് ഇലക്ട്രോൺ. സൊല്യൂഷനിലുള്ള ആനയോൺസ്, അതായത് നെഗറ്റീവ് അയോൺസ് ആനോഡിൽ വന്ന് ഇലക്ട്രോൺസ് ആനോഡിലേക്ക് ലൂസ് ചെയ്ത് ഡൊണേറ്റ് ചെയ്ത് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ആനോഡിലാണ്. അപ്പോൾ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ആനോഡിൽ തന്നെയാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ക്വസ്റ്റ്യൻ, ഒരു ഹോമോലോഗസ് സീരീസ് തന്നിട്ടുണ്ട്. എ ബി ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സീരീസിൽ 2 മിസ്സിംഗ് എലമെൻറ്റ്സ് എ ബി ഫൈൻഡ് ചെയ്യണം. ഹോമോലോഗസ് സീരീസിലെ ഒരു മെമ്പറിൽ നിന്നും നെക്സ്റ്റ് മെമ്പറിലേക്ക് ഉള്ള വ്യത്യാസം CH2 ആണ്. ഒരു കാർബണും 2 ഹൈഡ്രജനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ എ കാണാൻ വേണ്ടി അതിന് തൊട്ട് മുമ്പുള്ള എലമെൻറ്റിൻ്റെ കൂടെ ഒരു CH2, ഒരു കാർബൺ 1 കൂട്ടുക, ഹൈഡ്രജൻ 2 കൂട്ടുക. അപ്പോൾ എന്ന്
C3H8ൻ്റെ കൂടെ CH2 ആഡ് ചെയ്യുമ്പോൾ C4H10 ആണ് എ. ഇനി നെക്സ്റ്റ് ബി ആണ് കാണേണ്ടത്. ബിക്ക് മുമ്പുള്ളത് C5H12 ആണ്. ഒരു CH2 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ C5 എന്നുള്ളത് 6 ആകും, 12 എന്നുള്ളത് 2 ഹൈഡ്രജനും കൂടി വരുമ്പോൾ C6H14 ഹെക്സൈൻ. ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ ജനറൽ ഫോർമുല ഓഫ് ദിസ് ഹോമോലോഗസ് സീരീസ്. ജനറൽ ഫോർമുല ഇവിടെ കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള നമ്പേഴ്സിൻ്റെ റേഷ്യോ നോക്കാം. C1 ആകുമ്പോൾ H4 ആയി, അപ്പോൾ CnH2n+2 എന്നുള്ള റിലേഷനാണുള്ളത്. 2n+2 ആകുമ്പോൾ ഇത് ആൽക്കെയിൻ സീരീസ് ആണ്. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question. What is meant by polymerization? What is the name of the monomer of polythene? Polymerization എന്നാൽ എന്താണ്? Polymerization is the process in which simple molecules ജോയിൻ ചെയ്ത് ഒരു ലാർജ് കോംപ്ലെക്സ് മോളിക്യൂൾ ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ആ ജോയിൻ ചെയ്യുന്ന ആ സിമ്പിൾ മോളിക്യൂളിനെ പറയും മോണോമർ. മോണോമേഴ്സ് കൂടി ഉണ്ടാകുന്ന ആ ലാർജ് കോംപ്ലെക്സ് മോളിക്യൂളിനെ പറയും പോളിമർ. പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ മോളിക്യൂൾസ് ജസ്റ്റ് ജോയിൻ ചെയ്ത് ആഡ് ചെയ്ത് അങ്ങനെ ഒരു ലാർജ് കോംപ്ലെക്സ് മോളിക്യൂളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാട്ട്സ് ദ നെയിം ഓഫ് ദ മോണോമർ ഓഫ് പോളിത്തീൻ. പോളിത്തീൻ ഒരു പോളിമറാണ്. അതിൻ്റെ മോണോമർ ഈഥീനാണ്. CH2 ഡബിൾ ബോണ്ട് CH2 ഈഥീനാണ് മോണോമർ. ഈഥീൻ്റെ പോളിമറൈസേഷൻ വഴി കിട്ടുന്ന ആ പോളിമറാണ് പോളിത്തീൻ. CH2 ഡബിൾ ബോണ്ട് CH2. ഇവിടെ ഇതിൻ്റെ പോളിമറൈസേഷൻ സംഭവിക്കുമ്പോൾ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഓരോ കാർബണിലും ഓരോ വാലൻസി ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഈ CH2 ഡബിൾ ബോണ്ട് CH2 എന്നുള്ളത് CH2 സിംഗിൾ ബോണ്ട് CH2 ആയി ഓരോ കാർബണിലും ഓരോ എക്സ്ട്രാ വാലൻസി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോണോമറിൻ്റെ കൂടെ വേറൊരു സെയിം മോണോമർ വന്ന് അങ്ങനെ ലിങ്ക് ചെയ്ത് അങ്ങനെ കോംപ്ലെക്സ് മോളിക്യൂൾ പോളിമറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോളിത്തീൻ്റെ മോണോമർ ഈഥീൻ. ക്വസ്റ്റ്യൻ. വാട്ട് ആർ 2 ടൈപ്സ് ഓഫ് പോളിമറൈസേഷൻ? പോളിമറൈസേഷൻ്റെ 2 ടൈപ്സ് ഏതൊക്കെയാണ്? റിലേറ്റഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ പോളിമർ ഓഫ് വിനൈൽ ക്ലോറൈഡ്? വിനൈൽ ക്ലോറൈഡിൻ്റെ പോളിമർ ഏതാണെന്നാണ് ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് പോളിമറൈസേഷൻ? പോളിമറൈസേഷൻ 2 ടൈപ്പ് ഉണ്ട്. നമ്മൾ കണ്ടു പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ മോളിക്യൂൾസ്, അതായത് മോണോമേഴ്സ് ആഡ് ചെയ്ത് ലിങ്ക് ചെയ്ത് അങ്ങനെ ഒരു കോംപ്ലെക്സ് മോളിക്യൂളായി മാറുന്ന ആ പ്രോസസ്സാണ് പോളിമറൈസേഷൻ. 2 ടൈപ്സ് ഓഫ് പോളിമറൈസേഷൻ ഉണ്ട്. അഡീഷൻ പോളിമറൈസേഷൻ ആൻഡ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. അഡീഷൻ പോളിമറൈസേഷനിൽ ഒരു സിംഗിൾ ടൈപ്പ് മോണോമർ റിപ്പീറ്റഡായിട്ട് ആഡ് ചെയ്ത് പോയി കോംപ്ലെക്സ് പോളിമറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ കണ്ടു പോളിത്തീൻ. ഈഥീൻ്റെ ഒരു അഡീഷൻ പോളിമറൈസേഷൻ വഴിയിട്ടാണ് ആ പോളിത്തീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അഡീഷൻ പോളിമറൈസേഷൻ എക്സാമ്പിളാണ് പോളിത്തീൻ. ഒരു സെയിം മോണോമർ തന്നെ റിപ്പീറ്റഡായിട്ട് ആഡ് ചെയ്ത് പോയിട്ടാണ് അഡീഷൻ പോളിമേഴ്സ് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഈഥീൻ എന്ന് പറയുമ്പോൾ ഒരു ഡബിൾ ബോണ്ടുള്ള ആ മോണോമറിലെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു സിംഗിൾ ബോണ്ടിലേക്ക് താഴ്ന്ന് ഈ 2 കാർബണിലും ഫ്രീ ബാലൻസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഒരു മോണോമറിൻ്റെ കൂടെ വേറൊരു മോണോമർ വന്ന് ലിങ്ക് ചെയ്ത് അങ്ങനെ പോളിമർ ആകുകയാണ് ചെയ്യുന്നത്. ഇനി കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറയുമ്പോഴേക്കും അതിൽ ഒന്നിൽ കൂടുതൽ മോണോമർ ഉണ്ടാകും. ഒരു കണ്ടൻസേഷൻ പോളിമറിൽ മോർ ദാൻ 1 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോണോമേഴ്സ് കൂടിയിട്ട് അങ്ങനെ ലിങ്ക് ചെയ്ത് പോയിട്ട് ഒരു കോംപ്ലെക്സ് ലാർജ് മോളിക്യൂൾ ഉണ്ടാകുന്നതാണ് കണ്ടൻസേഷൻ പോളിമേഴ്സ്. അഡീഷനും കണ്ടൻസേഷനും പോളിമറൈസേഷൻ്റെ ഡിഫറൻസ്, അഡീഷനിൽ ഒരു സിംഗിൾ ടൈപ്പ് മോണോമർ തന്നെയുള്ളൂ, കണ്ടൻസേഷനിൽ ഡിഫറെൻറ്റ് ടൈപ്സ് മോണോമേഴ്സ് ഉണ്ട്. ഒരു എക്സാമ്പിളാണ് കണ്ടൻസേഷൻ മോണോമർ പോളിമറൈസേഷൻ എക്സാമ്പിളാണ്
നൈലോൺ 66ലുള്ള മോണോമേഴ്സ് അഡിപ്പിക് ആസിഡ് ആൻഡ് ഹെക്സാമെത്തിലിൻ ഡയമീൻ. അഡിപ്പിക് ആസിഡ് അതിൻ്റെ ഫോർമുല ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇവിടെ ആദ്യം ഒന്ന് മനസ്സിൽ വേണ്ടിയത് ഹെക്സാമെത്തിലിൻ ഡയാമിൻ്റെ കാര്യത്തിൽ ഹെക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 6 ആണ് ഹെക്സിൻ്റെ നമ്പർ. അപ്പോൾ ഹെക്സാമെത്തിലിൻ എന്ന് പറയുമ്പോൾ മീഥൈൽ ഗ്രൂപ്പ്, ഈ CH2 പാർട്ട് 6 ഉണ്ട്. പിന്നെ ഡൈ അമീൻ എന്ന് പറഞ്ഞാൽ NH2, ഡൈ പറഞ്ഞാൽ 2 NH2 അപ്പുറത്തും ഇപ്പുറത്തും. പിന്നെ ഈ CH2 എത്ര എണ്ണം ഉണ്ട്? 6. ഹെക്സാമെത്തിലിൻ്റെ ആ നമ്പറിൽ നിന്ന് തന്നെ ഇവിടെ കിട്ടി. ഈ സെയിം ഇവിടെ തന്നെ അഡിപ്പിക് ആസിഡിൽ 6 കാർബൺ ആറ്റം ഉണ്ടെന്നാണ് മനസ്സിൽ ഓർക്കേണ്ടത്. അതായത് അഡിപ്പിക് ആസിഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് COOH 2 COOH ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ കാർബൺ ആറ്റം വെച്ച് നോക്കുമ്പോൾ 2 ആയി. ഇനി ഹെക്സ് എന്ന് പറഞ്ഞാൽ 6 ഉണ്ട്. അപ്പോൾ അതിൽ ബാക്കി 4 കാർബൺ ആറ്റം ഈ നടുവിൽ CH2ന് കൊടുക്കുക. അപ്പോൾ ഒരു ലിങ്ക് ചെയ്ത് ഓർത്തിട്ട് അഡിപ്പിക് ആസിഡിൻ്റെ ഫോർമുലയും ഹെക്സാമെത്തിലിൻ്റെ ഫോർമുലയും മനസ്സിലെപ്പോഴും വേണം. നമുക്കപ്പോൾ നൈലോൺ 66 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോളിമറാണ്. സോ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അഡിപ്പിക് ആസിഡിൻ്റെ ഓർത്ത് വയ്ക്കാനായിട്ടും ഈ ഒരു വിധത്തിൽ ഓർത്താൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാകും. ഇനി ഇത് രണ്ടും പോളിമറൈസേഷൻ നടത്തിയിട്ട് നൈലോൺ 66 ഫോം ചെയ്യുന്ന കാര്യത്തിലും ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഈ അഡിപ്പിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഫോം ചെയ്യുമ്പോൾ ഈ അഡിപ്പിക് ആസിഡിൻ്റെ ഈ OH 2 സൈഡിൽ നിന്നും OH മാറ്റി ഈ ഹെക്സാമെത്തിലിൻ ഡയമീൻ്റെ ഓരോ 2 അമീനിൽ നിന്നുള്ള ഇവിടെ ഓരോ H മാറ്റി. അപ്പോൾ എന്തായി ഇവിടെ ഈ OHും ഈ Hഉം കൂടി ജോയിൻ ചെയ്ത് ഒരു വാട്ടർ മോളിക്യൂളായി. ഈ OHും Hഉം കൂടി ഒരു വേറൊരു വാട്ടർ മോളിക്യൂൾ, അങ്ങനെ 2 വാട്ടർ മോളിക്യൂൾ ഉണ്ടായി. ബാക്കി ഈ 2 ഭാഗങ്ങളും ലിങ്ക് ചെയ്ത് അതാണ് നമ്മുടെ ഈ നൈലോൺ 66. ഈ OH പോയി. അപ്പോൾ അതാ ഇവിടെ CO മാത്രമേ ഉള്ളൂ. ഈ OH ഇവിടെ പോയി അടുത്ത ലിങ്ക് ആയി മാറി. ഇനി ബാക്കിയൊക്കെ ഇത് കണ്ടിന്യൂ ചെയ്തു ഇവിടെ വന്നു. ഈ COOHൻ്റെ ഈ ഭാഗത്ത് ഈ CO ആ വാലൻസിയിൽ ഹെക്സാമെത്തിലിൻ്റെ H പോയ ഈ ഭാഗം വന്ന് ലിങ്ക് ചെയ്തു. അതാണ് ഇവിടെ. പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഇതാണ് നൈലോൺ 66. അതിൻ്റെ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, വാട്ട് ഈസ് എ പോളിമർ ഓഫ് വിനൈൽ ക്ലോറൈഡ്? വിനൈൽ ക്ലോറൈഡിൻ്റെ പോളിമർ എന്താണ്? വിനൈൽ ക്ലോറൈഡ് എന്നാൽ CH2CHCl ആണ് വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡിൻ്റെ കാര്യവും നമ്മൾ മനസ്സിലായിട്ട് ഓർത്തിരിക്കാനുള്ളത്, ഈഥൈനിൻ്റെ HCl ആയിട്ടുള്ള റിയാക്ഷൻ നടത്തി കിട്ടുന്ന പ്രോഡക്റ്റാണ് ഇത്. ഈഥൈൻ ട്രിപ്പിൾ ബോണ്ടുള്ള ഈഥൈൻ പ്ലസ് HCl വരുമ്പോൾ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഈ കാർബണിൽ ഒരു ഹൈഡ്രജൻ വരും, ഈ കാർബണിലേക്ക് Clഉം വരും. അങ്ങനെ ഫോം ചെയ്തതാണ് ഇതാണ് വിനൈൽ ക്ലോറൈഡ്. ഈ വിനൈൽ ക്ലോറൈഡിൻ്റെ പോളിമറൈസേഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്നത് പോളിവിനൈൽ ക്ലോറൈഡ് അഥവാ PVC. അതിൻ്റെ ഫോർമുല എഴുതുമ്പോൾ സൂക്ഷിക്കുക, CH2 ഡബിൾ ബോണ്ട് CHCl ആണ് വിനൈൽ ക്ലോറൈഡ്. അത് പോളിമർ ആകുമ്പോഴേക്കും ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് 2 കാർബണിലും ഓരോ വാലൻസി വരും. അപ്പോൾ മോണോമർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ CH2 സിംഗിൾ ബോണ്ട് CHCl 2 വാലൻസി അപ്പുറത്തോ ഇപ്പുറത്തും വന്നു. ഇനി അത് N നമ്പർ ഇങ്ങനെ ലിങ്ക് ചെയ്ത് പോകും. അങ്ങനെ വിനൈൽ ക്ലോറൈഡിൻ്റെ പോളിമറൈസേഷൻ നടത്തി പോളിവിനൈൽ ക്ലോറൈഡ്. ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ ഈസ് യൂസ്ഡ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ? താഴെ പറയുന്ന സിറ്റുവേഷൻസിൽ ഏത് മെത്തേഡാണ് ഓർ കോൺസെൻട്രേഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ദ ഡെൻസിറ്റി ഓഫ് ഓർ ഗ്യാങ്ങിനേക്കാളും കൂടുതലാണ്, ഓർ ഡെൻസിറ്റി കൂടും. രണ്ടാമത്തെ സിറ്റുവേഷൻ, ഡെൻസിറ്റി ഓഫ് ഓർ ഗ്യാങ്ങിനേക്കാളും കുറവാണ്. ഈ 2 സിറ്റുവേഷനിലും എന്ത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഓർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഡെൻസിറ്റി ഓഫ് ഓറാണ് കൂടുതലെങ്കിൽ നമ്മൾ ഗ്രാവിറ്റി സെപ്പറേഷനാണ് ഉപയോഗിക്കുന്നത്. അത് ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ ലെവിഗേഷൻ എന്ന് പറയും. ഓർ ഡെൻസിറ്റി ആണ് കൂടുതൽ, അപ്പോൾ വെള്ളം വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓർ ഡെൻസിറ്റി കൂടിയ ഓർ പാർട്ടിക്കിൾ നമുക്ക് ഡെൻസിറ്റി കുറഞ്ഞ ഗ്യാങ്ങിനെ വെള്ളം വെച്ചിട്ട്
ഒഴുക്കി വിടാൻ പറ്റും. അങ്ങനെ ഉള്ള സെപ്പറേഷനാണ് ഗ്രാവിറ്റി സെപ്പറേഷൻ. അതിൻ്റെ ഡിഫറെൻറ്റ് നെയിമാണ് ഹൈഡ്രോളിക് വാഷിംഗ്, ലെവിഗേഷൻ എന്നും പറയും അതിനെ. പിന്നെ ഡെൻസിറ്റി ഓഫ് ഓർ കുറവാണ്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന കോൺസെൻട്രേഷൻ ഉപയോഗിക്കുന്നത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഫ്ലോട്ടേഷൻ അത് മെയിൻലി സൾഫൈഡ് ഓസിൻ്റെ ഡെൻസിറ്റി കുറവുള്ള ആ സൾഫൈഡ് ഓസിൻ്റെ കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് ഫ്രോത്ത് ഫ്ലോട്ടേഷനാണ് ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ 11. ഇവിടെ എക്സ് ഒരു ബേസിക് സോൾട്ടാണ്. അനലൈസ് ദ ഡേറ്റ റിഗാർഡിംഗ് ദ ആസിഡ് ആൻഡ് ദ ബേസ് ഫ്രം വിച്ച് എക്സ് ഈസ് ഫോംഡ്. എക്സ് ഒരു ബേസിക് സോൾട്ടാണ്. ഇനി അത് ഫോം ചെയ്ത ആസിഡിൻ്റെയും ബേസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ എക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് വേണ്ടത്. ഈ എക്സ് ഫോം ചെയ്ത ആസിഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ പറഞ്ഞിരിക്കുന്നത്? ആസിഡ് ഈസ് ഫോംഡ് വെൻ കാർബൺ ഡയോക്സൈഡ് ഈസ് ഡിസോൾഡ് ഇൻ വാട്ടർ അണ്ടർ പ്രഷർ. കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിൽ ഹൈ പ്രഷറിൽ റിയാക്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ആസിഡ് ഫോം ചെയ്തിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലാകാം അത് കാർബോണിക് ആസിഡാണ്. കാർബൺ ഡയോക്സൈഡ് ഹൈ പ്രഷറിൽ വെള്ളത്തിൽ യോജിപ്പിച്ചിട്ട് കിട്ടുന്ന ആസിഡാണ് കാർബോണിക് ആസിഡ്. H2CO3 ആണ് കാർബോണിക് ആസിഡ്. അപ്പോൾ ആസിഡിനെ കണ്ടുപിടിച്ചു. ഇനി ബേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട്. ദ ബേസ് ഇസ് ഫോംഡ് ബൈ ക്ലോർ ആൽക്കലി പ്രോസസ്സ്. ക്ലോർ ആൽക്കലി പ്രോസസ്സ് വഴിയാണ് ഈ എക്സ് ഫോം ചെയ്യാനുള്ള ആ ബേസ് ഉണ്ടാക്കിയത്. ആ ബേസ് ക്ലോർ ആൽക്കലി വഴി ഉണ്ടാകുന്ന ഏത് ബേസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ എക്സ് ഫോം ചെയ്യാനുള്ള ആസിഡ് കാർബോണിക് ആസിഡും ബേസ് സോഡിയം ഹൈഡ്രോക്സൈഡും ആണെന്ന് മനസ്സിലായി. സോ കാർബോണിക് ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം കാർബണേറ്റ് സോൾട്ട് കിട്ടി. അപ്പോൾ നമ്മുടെ എക്സ് ഏതാണ്? സോഡിയം കാർബണേറ്റ് Na2CO3. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ ഹൈഡ്രോളിസിസ് ഓഫ് ദിസ് സോൾട്ട്. എക്സ് ആ സോൾട്ട് അതിൻ്റെ ഹൈഡ്രോളിസിസ് കെമിക്കൽ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. Na2CO3 വെള്ളവുമായിട്ടുള്ള റിയാക്ഷനാണ് ഹൈഡ്രോളിസിസ്. 2H2O ഗീവ്സ്. സോൾട്ട് ഹൈഡ്രോളിസിസ് നടത്തി കഴിയുമ്പോൾ ആസിഡും ബേസുമായിട്ട് സ്പ്ലിറ്റ് ആകുകയാണ് ചെയ്യുന്നത്. ഈ സോൾട്ട് ഉണ്ടായത് ഏത് ആസിഡിൽ നിന്നും ബേസിൽ നിന്നുമാണോ ആ ആസിഡും ബേസിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. സോ Na2CO3 plus 2H2O gives 2NaOH plus H2CO3. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. ഇവിടെ ഒരു കാര്യം, ഈ Na2CO3 സോൾട്ട് ഉണ്ടാക്കിയത് കാർബോണിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ചിട്ടാണ്. കാർബോണിക് ആസിഡ് വീക്ക് ആസിഡാണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് സ്ട്രോങ് ബേസാണ്. അപ്പോൾ ഹൈഡ്രോളിസിസ് നടത്തി കിട്ടുന്ന ആ സൊല്യൂഷൻ സ്ട്രോങ് ബേസായ NaOHൻ്റെ പ്രസൻസിലായത് കാരണം ഈ ഹൈഡ്രോളിസിസ് നടത്തിയ സൊല്യൂഷൻ ബേസിക് ആയിരിക്കും, ആൽക്കലൈൻ നേച്ചറിലായിരിക്കും ഉള്ളത്. അതൊന്ന് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് ഫ്രം കാർബൺ മോണോക്സൈഡ് നമ്മൾ ഫോം ചെയ്യാനുള്ള പ്രിപ്പയർ ഇൻഡസ്ട്രിയലി ദ മെത്തനോൾ ആൻഡ് എത്തനോയിക് ആസിഡ്. കാർബൺ മോണോക്സൈഡിൽ നിന്ന് തുടങ്ങി മെത്തനോളും എത്തനോയിക് ആസിഡും എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നോക്കാം എങ്ങനെ മെത്തനോൾ ഉണ്ടാക്കാമെന്ന്. മെത്തനോളിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ നടത്തുന്നത് കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനുമായിട്ട് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തിയിട്ടാണ്. കാർബൺ മോണോക്സൈഡ് പ്ലസ് 2 ഹൈഡ്രജൻ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ റിയാക്ഷൻ നടന്നിട്ട് കിട്ടുന്നത് മെത്തനോൾ CH3OH. മീഥേനിൽ ഒരു ഹൈഡ്രജൻ പോയിട്ട് OH വരുന്ന മെത്തനോൾ, 1 കാർബൺ ആറ്റമുള്ള ആൽക്കഹോൾ മെത്തനോൾ. CO plus 2H2 gives CH3OH മെത്തനോൾ. ഇനി എത്തനോയിക് ആസിഡിൻ്റെ എങ്ങനെയാണ് പ്രിപ്പറേഷൻ? എത്തനോയിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ മെത്തനോളിൽ നിന്നാണ്. അപ്പോൾ കാർബൺ മോണോക്സൈഡിനെ ആദ്യം ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്ത് മെത്തനോളാക്കി, ഇനി ആ മെത്തനോൾ വീണ്ടും കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടത്തിയിട്ടാണ് എത്തനോയിക് ആസിഡായി മാറുന്നത്. ഇവിടെ നിന്ന് കിട്ടിയ
കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ റിയാക്ഷൻ നടത്തി CH3OH കിട്ടി. മെത്തനോൾ പ്ലസ് കാർബൺ മോണോക്സൈഡ് വീണ്ടും റിയാക്ഷൻ നടത്തി എത്തനോയിക് ആസിഡ് CH3COOH. ക്വസ്റ്റ്യൻ: ഒരു ഹൈഡ്രോകാർബൺ, അതിൽ 6 കാർബൺ ആറ്റംസ് ഉണ്ട്, സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് സ്പെസിഫിക്കേഷൻ. ഈ സ്പെസിഫിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹൈഡ്രോകാർബണിൻ്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാൻ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കൂ. ടോട്ടലുള്ളത് 6. അതിൽ സെക്കൻഡ് കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഒരു മീഥൈൽ ഗ്രൂപ്പ് ബ്രാഞ്ചാണ്. അപ്പോൾ മെയിൻ ചെയിനിൽ 6 - 1 5 കാർബൺ ആറ്റംസ് ആണ് ഉണ്ടാവുക. അപ്പോൾ മെയിൻ ചെയിനിൽ 5 കാർബൺ ആറ്റമുള്ള ഒരു ചെയിൻ വരച്ചു. സെക്കൻഡ് കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തു. അപ്പോൾ IUPAC നെയിം 2-methyl pentane. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഹൈഡ്രോകാർബൺ. സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എനി പോസിബിൾ ചെയിൻ ഐസോമർ ഓഫ് ദിസ് ആൻഡ് IUPAC നെയിം. ഈ ഗിവൺ ഹൈഡ്രോകാർബണിൻ്റെ ഒരു പോസിബിൾ ചെയിൻ ഐസോമറും അതിൻ്റെ IUPAC നെയിമുമാണ് ചോദിച്ചിരിക്കുന്നത്. ചെയിൻ ഐസോമേഴ്സും നമുക്ക് ഇപ്പോൾ ഈ ഗിവൺ കോമ്പൗണ്ട് ഒരു ബ്രാഞ്ച്ഡ് കോമ്പൗണ്ടാണ്. നമുക്കൊരു ലോങ് ചെയിനായിട്ട് തന്നെ എഴുതാം. ഈ ബ്രാഞ്ച് ഒഴിവാക്കിയിട്ട് അത് മെയിൻ ചെയിനിൽ തന്നെ കൊടുത്തു. 6 കാർബൺ ആറ്റം മെയിൻ ചെയിനിൽ തന്നെ ആക്കുമ്പോൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ, അതിൻ്റെ പേര് IUPAC നെയിം ഹെക്സെയിൻ. ഇനി വേറൊരു വിധത്തിൽ വേണമെങ്കിൽ ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പിന് പകരം രണ്ടാമതൊരു ബ്രാഞ്ചായിട്ട് വയ്ക്കുക. അതായത് മെയിൻ ചെയിനിൽ നിന്ന് ഒരു കാർബൺ കുറച്ചിട്ട് അതിനെ നമുക്ക് ബ്രാഞ്ചായിട്ട് വയ്ക്കാം. എക്സാമ്പിൾ 2,3 ഡൈമീഥൈൽ ബ്യൂട്ടെയിൻ. മെയിൻ ചെയിനിൽ അപ്പോൾ 4 ഉള്ള ഡൈമീഥൈൽ ബ്യൂട്ടെയിൻ. വേറൊരു ഫോം ആക്കാൻ വേണമെങ്കിൽ ഈ 2 മീഥൈൽ ഗ്രൂപ്പും സെയിം കാർബൺ ആറ്റത്തിൽ തന്നെ കൊടുക്കാം. 2,2 ഡൈമീഥൈൽ ബ്യൂട്ടെയിൻ. അങ്ങനെ ഇതിൽ ഏതെങ്കിലും എഴുതിയാൽ മതി. ഏതെങ്കിലും ഒരു ചെയിൻ ഐസോമർ എഴുതുക, അതിൻ്റെ IUPAC നെയിം എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദർ ആർ 5 കാർബൺ ആറ്റംസ് ഇൻ എ ഹൈഡ്രോകാർബൺ. ഒരു ഹൈഡ്രോകാർബൺ, അതിൽ 5 കാർബൺ ആറ്റംസ് ഉണ്ട്. ഒരു ഡബിൾ ബോണ്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കാർബൺ ആറ്റത്തിന് നടുവിൽ ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് അടുത്ത സ്പെസിഫിക്കേഷനും തന്നിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഐസോമർ. ആദ്യം ഈ കോമ്പൗണ്ട് ഏതാണെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ പൊസിഷൻ ഐസോമറും അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുലയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നോക്കാം. 5 കാർബൺ ആറ്റം ഉണ്ട്. ഫസ്റ്റിനും സെക്കൻഡിനും കാർബണിനും നടുവിലുള്ളത് ഡബിൾ ബോണ്ടാണ്. അപ്പോൾ 5 കാർബൺ ആറ്റമുള്ള ചെയിൻ വരയ്ക്കുക. ആദ്യം ഒരു ഡബിൾ ബോണ്ട് വരയ്ക്കുക. ഫസ്റ്റ് കാർബണിനും സെക്കൻഡ് കാർബണിനും ഉള്ളിൽ ഡബിൾ ബോണ്ട് വരച്ചു. അപ്പോൾ ഈ കോമ്പൗണ്ട് ഏതാണ്? Pent-1-ene. ഡബിൾ ബോണ്ട് ഉള്ളത് കാരണം ഒരു ആൽക്കീനാണ്. Pent-1-ene. ഇവിടെ മെയിൻ ചെയിനിൽ 5 കാർബൺ ആറ്റം ഉണ്ട്, അത് വരച്ചു. ഫസ്റ്റിൽ ഡബിൾ ബോണ്ട് മാർക്ക് ചെയ്തു. ബാക്കി വാലൻസി എല്ലാം നമ്മൾ ഹൈഡ്രജൻ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യണത്. അപ്പോൾ കാർബണിൻ്റെ ടോട്ടൽ വാലൻസി 4 ആണ്. 2 ഡബിൾ ബോണ്ടിലേക്ക് 2 ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ ബാക്കി 2 ആണ് ഈ ഹൈഡ്രജൻ വെച്ച് ഫസ്റ്റ് കാർബണിൽ ഫില്ല് ചെയ്തത്. സെക്കൻഡ് കാർബണിൽ ഈ സൈഡിലേക്ക് 2, ഈ സൈഡിലേക്ക് ഒരു കാർബണിലേക്കും ലിങ്ക് പോയി. അപ്പോൾ 3 വാലൻസി ഒക്യുപ്പൈഡ് ആയി. ഇനി ബാക്കിയുള്ള 1 ആണ് ഈ ഹൈഡ്രജൻ വെച്ച്. അങ്ങനെ കാർബണിൻ്റെ ബാക്കിയുള്ള വാലൻസി ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യുക. അങ്ങനെയാണ് ഈ Pent-1-ene കംപ്ലീറ്റ് ചെയ്തത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഐസോമർ. പൊസിഷൻ ഐസോമർ കാണാൻ എളുപ്പമാണ്. ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ നിന്നുള്ള ഈ ഡബിൾ ബോണ്ട് നമുക്ക് അടുത്ത കാർബണിലേക്ക്, ഇപ്പോൾ ഫസ്റ്റ് കാർബണിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്, സെക്കൻഡ് കാർബണിലേക്ക് മാറ്റാം. അപ്പോൾ Pent-2-ene പൊസിഷൻ ഐസോമർ. ഈ 2 മാർക്ക് ചെയ്യണത് ഏത് കാർബണിലാണ് ഡബിൾ ബോണ്ട് ഉള്ളതെന്നാണ്. അപ്പോൾ Pent-1-ene
പൊസിഷൻ ഐസോമർ ആണ് പെൻറ്റ് 2-ene. നെക്സ്റ്റ്, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് അനദർ unsaturated hydrocarbon having a molecular formula C5H8 and its position isomer. വേറൊരു ഹൈഡ്രോകാർബൺ, അത് അൺസാച്ചുറേറ്റഡ് ആണ്, ഹാവിങ് മോളിക്കുലാർ ഫോർമുല C5H8. C5H8 എന്ന് പറയുമ്പോൾ CnH2n-2 ആണെന്ന് നമുക്ക് മനസ്സിലായി. റിലേഷൻ കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള റിലേഷൻ H2n-2 ആണ്. അപ്പോൾ ഇതൊരു ആൽക്കൈനാണ്, ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ 5 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് C5H8ൻ്റെ സ്ട്രക്ചർ വരയ്ക്കാം. ഇത് ആൽക്കൈനാണ്, CnH2n-2 ആണ്. അപ്പോൾ 5 കാർബൺ ആറ്റമുള്ള ചെയിൻ വരച്ചു. ഫസ്റ്റ് ട്രിപ്പിൾ ബോണ്ട് കൊടുത്തു, ബാക്കി കാർബൺ ബാലൻസൊക്കെ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്ത്. ഇനി ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്? പെൻറ്റ്-1-ine. പെൻറ്റ്-ine. ഇത് ആൽക്കൈൻ ആയത് കാരണം YNE. പെൻറ്റ്-1-ine. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ അനദർ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ, അതിൻ്റെ പൊസിഷൻ ഐസോമറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഐസോമർ, ഇത് ഫസ്റ്റ് കാർബണിലാണ് ഇപ്പോൾ ഈ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. അത് നെക്സ്റ്റ് കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പെൻറ്റ്-1-ine പൊസിഷൻ ഐസോമർ പെൻറ്റ്-2-ine കിട്ടി. സെക്കൻഡ് കാർബണിലേക്ക് ഈ ട്രിപ്പിൾ ബോണ്ട് മാറ്റി. അപ്പോൾ പെൻറ്റ്-1-ine പൊസിഷൻ ഐസോമറാണ് പെൻറ്റ്-2-ine. ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഗിവൺ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഫിഗറിൽ ഫസ്റ്റ് ഫിഗറിൽ Zn വെച്ചിരിക്കുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലാണ്. സെക്കൻഡിൽ ബീക്കറിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, ഇലക്ട്രോഡ് വെച്ചിരിക്കുന്നത് കോപ്പർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഐഡൻറ്റിഫൈ ദ ബീക്കർ ഇൻ വിച്ച് ദ കെമിക്കൽ ചേഞ്ച് ടേക്സ് പ്ലേസ്. ഇതിൽ ഏത് ബീക്കറിലാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുക? ഇവിടെ ഫസ്റ്റ് ബീക്കറിലാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുള്ളൂ. കാരണം Zn ഹൈലി റിയാക്റ്റീവാണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലെ കോപ്പറിനേക്കാളും കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ളത് Zn ആണ്. അപ്പോൾ Zn വെച്ചിരിക്കുന്ന ഫസ്റ്റ് ബീക്കറിൽ മാത്രമാണ് റിയാക്ഷൻ നടക്കുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ Zn ഹൈലി റിയാക്റ്റീവ് ആയത് കാരണം ഈ Zn കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്ന് ഈ കോപ്പറിനെ മാറ്റി ആ പ്ലേസിലേക്ക് വരിക, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടത്താൻ പറ്റും. സിങ്ക് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്ത് സിങ്ക് സൾഫേറ്റും കോപ്പറിനെ മാറ്റിയിട്ട് ആ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഫസ്റ്റ് ബീക്കറിലാണ് നടക്കുന്നത്. അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. Zn പ്ലസ് CuSO4 ഗിവ്സ് ZnSO4 പ്ലസ് Cu. അതായത് ഈ Zn ഹൈലി റിയാക്റ്റീവ് ആണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്ന് കോപ്പറിനെ മാറ്റി ZnSO4 ആയി കോപ്പറിനെ സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുന്നത് ബീക്കർ 1ലാണ്. ബീക്കർ 2ൽ റിയാക്ഷൻ ഒന്നും നടക്കില്ല. കാരണം ഈ ZnSO4 സൊല്യൂഷനിലെ Zn ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പോൾ റിയാക്ടിവിറ്റി കുറഞ്ഞ കോപ്പറിന് ഈ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്ന് സിങ്കിനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് സെക്കൻഡ് ബീക്കറിൽ റിയാക്ഷൻ ഒന്നും നടക്കില്ല. ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു സാമ്പിൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ട്. അതിൽ 3 അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാമ്പിളിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ which contains as many molecules as that of the sample of carbon dioxide. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാമ്പിളിൽ 3 അവഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അത്രയും തന്നെ മോളിക്യൂൾസ് ഉള്ള അമോണിയയുടെ സാമ്പിളിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടാവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് അമോണിയ. ഇവിടെ ഗിവൺ സാമ്പിളിൽ 3 അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അത് എത്ര മോളാണെന്ന് നമ്മളെങ്ങനെ കൺക്ലൂഡ് ചെയ്യണേ? 1 മോളിലുള്ളതാണ് അവഗാഡ്രോ നമ്പേഴ്സ്. തന്നിരിക്കുന്നതിൽ 3 അവഗാഡ്രോ നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം
3 മോൾസ് ആണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാമ്പിളിൽ ഉള്ളത്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ നമ്പർ ഓഫ് മോൾസിൻ്റെ സിമിലർ ഇക്വലൻ്റ് ആയിട്ടുള്ള അമോണിയയുടെ സാമ്പിളാണ്. അപ്പോൾ 3 മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉള്ളത്. അപ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള അമോണിയയുടെയും 3 മോൾസ് ആയിരിക്കണം. 3 മോൾസ് ഓഫ് അമോണിയ ആണ് ഉള്ളത്. നമുക്ക് വേണ്ടത് ആ അമോണിയയുടെ 3 മോൾസ് ഓഫ് അമോണിയയുടെ മാസ് ആണ് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അമോണിയയുടെയും നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആണെന്ന് ഇവിടെ നിന്നും ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ 3 മോൾസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത്. അപ്പോൾ അമോണിയം 3 മോൾസ് ആണ്. ഇനി 1 മോൾ ഓഫ് അമോണിയയുടെ മാസ് അറിഞ്ഞാൽ നമുക്ക് 3 മോൾസ് ഓഫ് അമോണിയയുടെ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അമോണിയയുടെ മോളിക്കുലർ മാസ് നൈട്രജൻ 14, ഹൈഡ്രജൻ 1 × 3. അപ്പോൾ 17 ആണ് അമോണിയയുടെ മോളിക്കുലർ മാസ്. ദാറ്റ് ഈസ് മോളാർ മാസ് ഓഫ് അമോണിയ 17 ആണ്. ടോട്ടൽ മാസ് ഓഫ് 3 മോൾസ് ഓഫ് അമോണിയ 3 × 17 51 ഗ്രാം ആണ് മാസ് ഓഫ് അമോണിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ വോളിയം ഓഫ് അമോണിയ അറ്റ് STP. STPയിലുള്ള അമോണിയയുടെ വോളിയം കണ്ടുപിടിക്കാം. വിച്ച് കണ്ടെയ്ൻസ് ദ സെയിം നമ്പർ ഓഫ് മോൾസ് ആസ് ദാറ്റ് ഓഫ് ദ സാമ്പിൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എത്ര സാമ്പിളിൽ അത്രയും ഇക്വലൻ്റ് ആയിട്ടുള്ള അമോണിയയുടെ STPയിലുള്ള വോളിയം ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നമ്പർ ഓഫ് മോൾസ് കാർബൺ ഡൈ ഓക്സൈഡിലും ഈ അമോണിയ സാമ്പിളിലും 3 ആണെന്ന് നമുക്ക് ഓൾറെഡി കിട്ടി. നമുക്കറിയാം ഒരു മോളിൻ്റെ വോളിയം അറ്റ് STP 22.4 ആണ്. നമ്മുടെ കയ്യിലുള്ളത് 3 മോൾസ് ഓഫ് അമോണിയയാണ്. 3 × 22.4 ദാറ്റ് ഈസ് 67.2 liters. Subscribe to this channel for more videos like this. Question. ഒരു അമോണിയയുടെ സാമ്പിൾ 2240 ലിറ്റർ അറ്റ് STP ആണ്. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ ഇൻ ദാറ്റ് ഗിവൺ സാമ്പിൾ. ഈ സാമ്പിളിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ ഉണ്ട്. ഗിവൺ വോളിയം 2240 ലിറ്ററിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ലിറ്ററിൽ തരുമ്പോൾ നമ്മൾ 1 മോൾ 22.4 ലിറ്ററാണ് STPയിലുള്ള വോളിയം. അപ്പോൾ 2240ൽ എത്ര 22.4 ഉണ്ടെന്ന് നോക്കിയാൽ പോരെ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ വോളിയം ബൈ 22.4 ഒരു മോളിൻ്റെ വോളിയം വെച്ച് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് 2240 ബൈ 22.4 ഇസ് ഈക്വൽ ടു 100 മോൾസ്. തന്നിരിക്കുന്ന ഈ സാമ്പിളിൽ 100 മോൾസ് ഓഫ് അമോണിയ ഉണ്ട്. ഇനി സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ അമോണിയ സാമ്പിൾ. അമോണിയ സാമ്പിളിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സാമ്പിളിലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ അമോണിയയുടെ നമ്പർ ഓഫ് മോൾസ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു 100. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 100 മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 100 മോൾസിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാനായിട്ട് ഒരു മോളിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് അവഗാഡ്രോ നമ്പർ. അപ്പോൾ 100 മോൾസിൽ എത്രയുണ്ട്? 100 × അവഗാഡ്രോ നമ്പർ. 100 × അവഗാഡ്രോ നമ്പർ ആണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് 100 മോൾസ് ഓഫ് ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് സാമ്പിൾ. ഇനി സി പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രസൻറ്റ് ഇൻ 396 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി 396 ഗ്രാമിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ടോട്ടൽ ഗിവൺ മാസ് ഇത് ഗ്രാമിലാണ് തന്നിരിക്കുന്നത്. ഗ്രാമിൽ തരുമ്പോൾ നമ്മൾ മോളാർ മാസ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്ത് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. ഈ ഫസ്റ്റ് സിനാരിയോയിൽ നമുക്ക് ലിറ്ററിൽ തന്നു. അപ്പോൾ ഒരു ടോട്ടലുള്ള ലിറ്ററിലുള്ള വോളിയം ബൈ ഒരു മോളിൻ്റെ വോളിയം 22.4. അപ്പോൾ 22.4 വെച്ച് ഡിവൈഡ് ചെയ്തു. സിമിലർ കേസിൽ ഇവിടെ 396 ഗ്രാമിലാണ് തന്നിരിക്കുന്നത്. ഗ്രാമിൽ തരുമ്പോൾ നമുക്ക് മോളാർ മാസ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് മോൾസ് കിട്ടുക. 396 ആണ് ഗിവൺ മാസ് ബൈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളാർ മാസ് എത്രയാണ്? 12 + 16 × 2. സോ 44 ആണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളാർ മാസ്. അപ്പോൾ 396ൽ എത്ര 44 ഉണ്ടെന്ന് നോക്കണം. 396/44 9 മോൾസ് ആണ് 396 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൽ ഉള്ളത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ അലോയ്സ്? അലോയ്സ് എന്നാൽ എന്താണ്? അലോയ്സ് അത് സോളിഡ് സൊല്യൂഷനാണ്, ഹോമോജിനിയസ് മിക്സ്ചറാണ്. ഇവിടെ ഒന്നുകിൽ മെറ്റൽസ് മാത്രം മിക്സ് ചെയ്യോ അല്ലെങ്കിൽ മെറ്റൽസിൻ്റെ കൂടെ സം നോൺ മെറ്റൽസ് കൂടി മിക്സ് ചെയ്തിട്ട് അലോയ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് അലോയ് സ്റ്റെയിൻലെസ് സ്റ്റീൽ? സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കോമ്പണൻസ് ഏതൊക്കെയാണ്? അയൺ, ക്രോമിയം, നിക്കൽ ആൻഡ് കാർബൺ. സ്റ്റെയിൻലെസ് സ്റ്റീലിലെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ്. വിച്ച് അലോയ് ഈസ് യൂസ്ഡ് ആസ് എ കോർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻസ്ട്രുമെൻറ്റ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ കോർ ആയിട്ട് ഉപയോഗിക്കുന്നതിനുള്ള ഏത് അലോയ് ഉപയോഗിക്കുന്നത്? സിലിക്കൺ സ്റ്റീൽ. സിലിക്കൺ സ്റ്റീലിലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? അയൺ, ക്രോമിയം, സിലിക്കൺ ആൻഡ് കാർബൺ. ഈ സിലിക്കൺ സ്റ്റീലിന് ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്നും അറിയുന്നുണ്ട്. അത് ഇലക്ട്രിക്കൽ എനർജിയുടെ ലോസ് റെഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ കോറായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻസ്ട്രുമെൻസിൻ്റെയൊക്കെ കോറായിട്ട് ഈ സിലിക്കൺ സ്റ്റീൽ ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ, നമുക്ക് ഹേബർ പ്രോസസ്സിലുള്ള റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷനാണ് തന്നിരിക്കുന്നത്. N2+3H2 gives 2NH3+ ഹീറ്റ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഈ സിസ്റ്റം ഒരു ഇക്വിലിബ്രിയത്തിലാണ്. അവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കുമ്പോൾ ഉള്ള ഈ രണ്ട് സിറ്റുവേഷനിലും എന്താണ് ഈ ഇക്വിലിബ്രിയത്തിന് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ബി പാർട്ടിൽ സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസേഴ്സ്. അതിൻ്റെ റീസൺ എന്താണെന്നും കാണിക്കണം. നോക്കാം. ആദ്യം ഈ ഇക്വേഷൻ റിവേഴ്സിബിൾ കെമിക്കൽ ഇക്വേഷൻ നമുക്ക് അനലൈസ് ചെയ്യാം. N2+3H2 റിവേഴ്സിബിൾ 2NH3+ ഹീറ്റ്. ഫസ്റ്റ് 3+1 4 മോൾസ് റിയാക്റ്റൻസ് കൂടി പ്രോഡക്റ്റ് 2 മോളിലേക്ക് കുറയുകയാണ് ചെയ്യുന്നത്. അതായത് ഫോർവേഡ് റിയാക്ഷനിൽ നമ്പർ ഓഫ് മോൾസ് കുറയുവാണ്, റിവേഴ്സ് ബാക്ക്വേർഡ് റിയാക്ഷനിലാണ് നമ്പർ ഓഫ് മോൾസ് കൂടുന്നത്. അത് മനസ്സിലായി. പിന്നെ ഇവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് കാരണം ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണെന്ന് മനസ്സിലായി, റിവേഴ്സ് റിയാക്ഷൻ ആണ് എൻഡോതെർമിക്. ഇനി നമ്മളോട് ഫസ്റ്റ് അനലൈസ് ചെയ്യാൻ പറഞ്ഞേക്കണം, ടെമ്പറേച്ചർ കൂടിയാൽ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആകും. അപ്പോൾ ഈ സിസ്റ്റം ഇൻറ്റേർണലി അഡ്ജസ്റ്റ് ചെയ്ത് ആ ചേഞ്ചിനെ മറികടക്കാൻ നോക്കും. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ ടെമ്പറേച്ചർ അധികം കൂടാതെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വിലിബ്രിയം എന്താ ചെയ്യുന്നത്? ആ ടെമ്പറേച്ചർ ഫുള്ള് അബ്സോർബ് ചെയ്ത് ടെമ്പറേച്ചർ അധികം കൂടാതെ നോക്കണം. അപ്പോൾ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ ഫേവറാണ്. ടെമ്പറേച്ചർ കൂടിയാൽ എൻഡോതെർമിക് റിയാക്ഷനാണ് കൂടുതൽ ഫേവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക്കും ബാക്ക്വേർഡ് റിയാക്ഷൻ എൻഡോതെർമിക്കാണ്. ടെമ്പറേച്ചർ കൂടിയാൽ ബാക്ക്വേർഡ് റിയാക്ഷനെയാണ് അത് ഫേവർ ചെയ്യുന്നത്, ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് ആണ് കൂടുന്നത്. അതിൻ്റെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറയുന്നത് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ രണ്ടാമത്തെ, പ്രഷർ കുറച്ചാൽ എന്താ സംഭവിക്കുന്നത്? പ്രഷർ കുറയ്ക്കുക. പ്രഷർ കുറയ്ക്കുമ്പോൾ നാച്ചുറലി വോളിയം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ കുറയ്ക്കുന്ന സിനാരിയോ വോളിയം കൂടുന്ന ഡയറക്ഷനിൽ റിയാക്ഷനെയാണ് ഫേവർ ചെയ്യുന്നത്. ഇവിടെ വോളിയം കൂടുന്നത് ബാക്ക്വേർഡ് റിയാക്ഷനാണ്. അഗെയിൻ 2ൽ നിന്ന് 4ലേക്ക് വോളിയം കൂടുന്നത്. പ്രഷർ കുറച്ചാൽ അതും ഫേവർ ചെയ്യുന്നത് ബാക്ക്വേർഡ് റിയാക്ഷനെയാണ്. കാരണം ഫോർവേഡ് റിയാക്ഷനിൽ നിന്ന് 4ൽ നിന്ന് 2 വോളിയം കുറയുകയാണ് ചെയ്യുന്നത്, ബാക്ക്വേർഡ് റിയാക്ഷനിലാണ് വോളിയം കൂടുന്നത്. പ്രഷർ കുറച്ചാൽ വോളിയം കൂടണം, സോ ബാക്ക്വേർഡ് റിയാക്ഷൻ അത് ഫേവർ ചെയ്യുന്നു. അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തു ഇവിടെ. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഒരു സിമിലർ, അതിൻ്റെ ബി പാർട്ടാണ്, ഓർ പാർട്ട്. ഇവിടെ തന്നിരിക്കുന്ന കെമിക്കൽ ഇക്വേഷൻ 2SO2 + O2 gives 2SO3 + ഹീറ്റ്. കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത്, ഹൗ ഡസ് ദ ഡിക്രീസ് ഇൻ പ്രഷർ അഫക്റ്റ് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ? ഇവിടെ പ്രഷർ കുറയ്ക്കുന്നു, അത് ഫോർവേഡ് റിയാക്ഷനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെയും നമ്മൾ അനലൈസ് ചെയ്യുക.
SO2 പ്ലസ് O2 gives to SO3 പ്ലസ് ഹീറ്റ്. ഇവിടെ 3 മോൾസ് 2 മോൾസായിട്ട് കുറയുവാണ് ഫോർവേഡ് റിയാക്ഷനിൽ സംഭവിക്കുന്നത്. അതായത് ഫോർവേഡ് റിയാക്ഷനിൽ നമ്പർ ഓഫ് മോൾസ് കുറയുന്നു, ബാക്ക്വേർഡ് റിയാക്ഷനിൽ നമ്പർ ഓഫ് മോൾസ് കൂടുന്നു. ഫോർവേഡ് റിയാക്ഷൻ എഗെയിൻ എക്സോതെർമിക് ആണ്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആദ്യം ചോദിച്ചിരിക്കുന്ന ഡിക്രീസ് ഇൻ പ്രഷർ. ഡിക്രീസ് ഇൻ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വോളിയം കൂടണം. വോളിയം കൂടുന്നത് ബാക്ക്വേർഡ് റിയാക്ഷനെയാണ് ഫേവർ ചെയ്യുന്നത്. അപ്പോൾ ഫോർവേഡ് റിയാക്ഷനെ അത് എഫക്റ്റ് ചെയ്യുന്ന ഫോർവേഡ് റിയാക്ഷൻ കുറയും, ബാക്ക്വേർഡ് റിയാക്ഷനാണ് കൂടുന്നത്. ഫോർവേഡ് റിയാക്ഷൻ അത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിക്രീസ് ഇൻ പ്രഷർ ഡിക്രീസസ് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. കാരണം പ്രഷർ ഡിക്രീസ് ചെയ്താൽ അത് ഫേവർ ചെയ്യുന്നത് ബാക്ക്വേർഡ് റിയാക്ഷനെയാണ്. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡീകമ്പോസിഷൻ ഓഫ് SO3നെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നത്? ഡീകമ്പോസിഷൻ ഓഫ് SO3 പറഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എങ്ങനെയാണ് ഈ ഡീകമ്പോസിഷനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് സ്പെസിഫിക് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് അബ്സോർബ് ചെയ്യണം. അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്? എൻഡോതെർമിക് റിയാക്ഷനെയാണ് ഫേവർ ചെയ്യുന്നത്. ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷനാണ് എൻഡോതെർമിക്. ബാക്ക്വേർഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആണ്. ബാക്ക്വേർഡ് റിയാക്ഷൻ ഏതാണ്? ഡീകമ്പോസിഷൻ ഓഫ് SO3. അതായത് ടെമ്പറേച്ചർ കൂടിയാൽ ബാക്ക്വേർഡ് റിയാക്ഷനെ, അതായത് ഡീകമ്പോസിഷൻ ഓഫ് SO3നെയാണ് ഫേവർ ചെയ്യുന്നത്. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ ഡീകമ്പോസിഷൻ ഓഫ് SO3. സി പാർട്ടിൽ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അത് എന്ത്, ഈ രണ്ട് ഡിക്രീസ് ഇൻ പ്രഷറും ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറും എങ്ങനെയാണ് ഈ ഇക്വിലിബ്രിയത്തിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്തിട്ട് അതിൻ്റെ സബ്സ്റ്റാൻഷിയേറ്റിംഗ് ആൻസറും അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത അതേ കാര്യം സി പാർട്ടിലും ആൻസർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എ ഫ്യൂ സബ്ഷെൽസ് ആർ ഗിവൺ 3D, 4S, 4F ആൻഡ് 5D. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് N ആൻഡ് L വാല്യൂസ് ഓഫ് ഈച്ച് സബ്ഷെൽ. ഈ തന്നിരിക്കുന്ന 4 സബ്ഷെല്ലിൻ്റെയും എന്നും എല്ലും വാല്യൂസാണ് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ്? 3D സബ്ഷെൽ ഫസ്റ്റ്, ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N. N എന്ന് പറഞ്ഞാൽ ഇവിടെ 3, ഇവിടെ D സബ്ഷെല്ലിൻ്റെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ L. D സബ്ഷെല്ലിൻ്റെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ 2 ആണ്. കാരണം SPD അങ്ങനെ പോകുമ്പോൾ ഏറ്റവും ചെറിയ S0, 1, 2 അങ്ങനെയാണ് പോകുന്നത്. S0, P, L വാല്യൂ 1 അങ്ങനെ SPDF പോകും. ആ ഓർഡറിൽ 0, 1, 2, 3 അങ്ങനെയാണ് കൂടി വരുന്നത്. അപ്പോൾ നമ്മുടെ SPD അതായത് 0, 1, 2 ആണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ 3Dയിൽ. ഇനി 4S N വാല്യൂ 4 ആണ്, S വാല്യൂ 0. 4F N വാല്യൂ 4 ആണ്, F SPDF 0, 1, 2, 3 L വാല്യൂ 3. 5D N 5D SPD 0, 1, 2. അപ്പോൾ 2 ആണ് ഡിയുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ L വാല്യൂ. നെക്സ്റ്റ് വെച്ചിരിക്കുന്നത് ഫൈൻഡ് N+L വാല്യൂസ് ആൻഡ് അറേഞ്ച് ദ ഗിവൺ സബ്ഷെൽസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജീസ്. നമ്മളിപ്പോൾ Nഉം Lഉം വാല്യൂസ് കിട്ടി. N+L വാല്യൂസ് ഈ ഓരോ സബ്ഷെല്ലിൻ്റെയും കണ്ടിട്ട് അതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജി ലെവൽസിൽ അറേഞ്ച് ചെയ്യാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. N+L വാല്യൂസ് 3D 3 + 2 5, 4S 4 + 0 4, 4F 4 + 3 7, 5D 5 + 2 7. N+L വാല്യൂസ് കിട്ടി. N+L വാല്യൂസ് കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസിങ് ഓർഡറിൽ ഈ സബ്ഷെൽസിനെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദർ എനർജിയിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ എനർജി ലെവലുള്ളത് N+L വാല്യൂ, ഏറ്റവും കുറവുള്ളത് 4S. ഇനി 4S ഈ N+L വാല്യൂ നെക്സ്റ്റ് ഉള്ളത് 5.
3D. അപ്പോൾ നെക്സ്റ്റ് എനർജി കുറച്ചും കൂടി കൂടിയുള്ളത് 3D. ഇനി അടുത്ത് 4F ആൻഡ് 5D രണ്ടും 7 തന്നെയാണ്. അപ്പോൾ ഏതിൻ്റെ ആയിരിക്കണം നെക്സ്റ്റ് എനർജി ലെവൽ? ഏറ്റവും കൂടുതൽ എനർജി ലെവൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൂടുന്നതിൻ്റെ എനർജിയാണ് ഏറ്റവും കൂടി വരുന്നത്. ഇത് n+l വാല്യൂ രണ്ടിൻ്റെ സെയിം ആണെന്നുണ്ടെങ്കിൽ ചെറിയ n വാല്യൂ ഉള്ളതിനായിരിക്കും ചെറിയ എനർജി ഉള്ളത്. അപ്പോൾ 4n വാല്യൂ കുറവായത് കാരണം 4F ആദ്യം വന്നു. n വാല്യൂ കൂടിയ 5D, ഈവൻ രണ്ടും സെയിം 7n+l വാല്യൂ 7 ആണെങ്കിലും 4Fനാണ് 5Dയേക്കാളും എനർജി ലെവൽ കുറവ്. അപ്പോൾ എനർജി ലെവൽ ഇൻക്രീസിങ് ഓർഡറിൽ ചെയ്യുമ്പോൾ 4S ലെസ് ദാൻ 3D ലെസ് ദാൻ 4F ലെസ് ദാൻ 5D. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.